ദീർഘകാല അവധിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധി പടരുന്നതിനാൽ ദീർഘകാല അവധി അനുവദിക്കാനാകില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതലയുള്ള ഡോക്ടർ വി മീനാക്ഷി. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവധിയെടുക്കാം. സർക്കാർ ആശുപത്രികളിൽ പനി ക്ലിനിക്കുകൾ, വാർഡുകൾ എന്നിവ തുടങ്ങാനും നിർദ്ദേശമുണ്ട്. പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുകയാണ്. പി ആർ പ്രവീണ, സുപ്രഭാതം. അവിടെ മറ്റൊരു സീൻ നടക്കുന്നതിനിടയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ദീർഘകാല അവധിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതൊരു പകർച്ചവ്യാധി പീരീഡാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിർദ്ദേശം കുറച്ച് വൈകിയെന്ന് തോന്നുന്നു അല്ലേ? സുപ്രഭാതം സുജയ പറഞ്ഞു വച്ചതിൽ തന്നെയുണ്ട്. കാരണം ഈ ഉത്തരവ് ഇറങ്ങുന്നതിന് പിന്നിൽ ഈ ജീവനക്കാരെ ബോധവൽക്കരിക്കുക മാത്രമല്ല, മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം DHSന്റെ ചുമതലയിൽ ഇരിക്കുന്ന ഡോക്ടർ വി മീനാക്ഷി ഭരണപരമായ കാര്യങ്ങൾ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ഒപ്പിട്ടിറക്കിയ ഉത്തരവ്. കാരണം കോടതിയിൽ ഇന്ന് ഈ കേസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു, അതിനാളെ വേണം. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ചുമതലകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അറിയിക്കേണ്ടത് സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിന്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി കൂടിയുള്ള ഒരു നിർദ്ദേശമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഇനി ആ ഉത്തരവിലേക്ക് വന്നാൽ നിരവധി നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സർക്കാർ അതായത് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരുടെ ലോങ് ലീവുകൾ, ദീർഘകാല അവധികൾ തൽക്കാലം അനുവദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ്. മെഡിക്കൽ ഗ്രൗണ്ടിൽ മാത്രം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം ദീർഘകാല അവധി എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, പനി ക്ലിനിക്കുകളും പനി വാർഡുകളും ഉറപ്പാക്കണം ആശുപത്രികളിൽ. ഇതിനോടൊപ്പം തന്നെ ജില്ലകളിൽ RRT, റാപ്പിഡ് റെസ്പോൺസ് ടീം, അത് സംസ്ഥാന തലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ പനിക്കാലത്ത്, പകർച്ചവ്യാധികൾ പകരുന്ന ഈ കാലത്ത് RRT ടീമുകൾ സജ്ജീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പകർച്ചവ്യാധിയുടെ ഇടപെടൽ. ഒപ്പം തന്നെ ഈ DHS തർക്കത്തിൽ, നിലവിൽ നിൽക്കുന്ന കസേരകളി തർക്കത്തിൽ ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നുവെന്ന് കോടതിയെ ബോധിപ്പിക്കുക കൂടിയാണ് ഈ ഉത്തരവിന്റെ ലക്ഷ്യം. ഓക്കെ, ദീർഘകാല അവധിക്ക് നിയന്ത്രണം, അങ്ങനെ മറ്റ് പല ലക്ഷ്യങ്ങളുള്ള ഒരു ഉത്തരവായി അത് വരികയാണ്. അതാണ് കൃത്യമായി പ്രവീണ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.